ഹായ് നമസ്കാരം, ഡിക്ലസ് ആണ്. അപ്പോൾ നമ്മളിന്ന് നെല്ലിയാമ്പതി കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു ചെറിയൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് മീൻസ് വണ്ടിയിലല്ല, നടന്നിട്ടാണ് പോകുന്നത്. ആ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് ഗൈഡിനായിട്ടല്ല, ഇവിടെ താമസിക്കുന്ന അടുത്തുള്ളൊരു ചേട്ടൻ തന്നെയാണ്. പുള്ളി നമ്മുടെ കൂടെയുണ്ട്. ആ പുള്ളി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സംഭവം സെറ്റാക്കി തരും. പോകുന്ന വഴിയിൽ ഒരുപാട് കാര്യങ്ങൾ ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇത് കാപ്പി ഉണങ്ങിയാണ്. ഇതിൻ്റെ ഉള്ളിൽ 2 പരിപ്പുണ്ട്. ആ പരിപ്പ് എടുത്ത് വറുത്തിട്ട് അത് പൊടിച്ചിട്ടാണ് നമ്മൾ കാപ്പി പൊടിയാക്കി. ഇത് 2 പരിപ്പാണ്. ഇതുപോലെ പരിപ്പ് എടുത്തിട്ട് ഇത് വറുത്ത് വരുമ്പോൾ കറുത്ത കളർ വരും. ശരി, എന്നിട്ട് അതാണ് പൊടിയാക്കുന്നത്, കാപ്പിപ്പൊടി. അപ്പോൾ ഇത് ഫുള്ള് കാപ്പിക്കുരുവാണ് അല്ലേ? ഇത് കാപ്പി. ഇത് നമ്മൾ ഉണങ്ങിയത് ഇത് നമ്മൾ മില്ലി കൊടുക്കും. കഴിയുമ്പോഴത്തേന് പരിപ്പ് വേറെ വരും, തൊണ്ട് വേറെ വരും. ആ പരിപ്പാണ് നമ്മൾ കൊടുത്തിട്ട് വറുത്തിട്ട് ഉണങ്ങി പിടിക്കുക. ശരി, ഇവിടെ ഫുള്ളൊക്കെ ഇതേ സംഭവം. ഇതൊക്കെ കാപ്പിക്കുരുവാണ് അല്ലേ? ഇത് കാപ്പി. ഇത് 2 ആയിട്ട് ഉണങ്ങിയതാണ്. അത് ഉണങ്ങാം ആറ്റത്തല്ലേ? തണുപ്പല്ല, ഇത് കുറച്ചും വെയിലാവും. ഒരുപോലെ 4 കുരങ്ങുംപ്ലാവാ? കുരങ്ങാണ് ഏറ്റവും കൂടുതൽ. അപ്പോ ചക്ക പോലെ ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. ഇതിന്റെ ചെറിയ പൂ വരില്ലേ, ഇതിന്റെ പൂ വരുമ്പോൾ അത് നമ്മൾ തിന്നാൻ നല്ല. ശരി, കരിങ്കുരങ്ങുണ്ടല്ലോ അല്ലേ? കരിങ്കുരങ്ങ്, സിംഹാലം കുരങ്ങ്, നാടൻ സിംഹാലുണ്ടോ അവിടെ? അത് ഏറ്റവും ശല്യം നാടൻ കുരങ്ങ്. നമ്മുടെ ഇവിടെ വീട്ടിൽ തന്നെ ഇതിൻ്റെ ഓടൊക്കെ പൊളിച്ച് 2 കുരങ്ങ്. ഇത് കരടി മാന്തിൻ്റെ അടയാളമാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി കാടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ കയറാൻ പോണത്. ഇപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി റിയൽ ആയിട്ടുള്ള കാട്ടിക്ക് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൊടും കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ യാത്ര.
ഒരു രക്ഷയില്ല, അടിപൊളി വൈബാണ്. ഇവിടെ പുലി, കടുവ, കരടി എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറഞ്ഞേ. എന്തായാലും എന്താവുമെന്നറിയില്ല. എന്തായാലും വേഴാമ്പലി സംഭവങ്ങളൊക്കെ കണ്ട് നമ്മൾ മ്ലാവിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം. അതുപോലെ കരടിയുടെ കാഷ്ടമൊക്കെ കണ്ട് നമ്മൾ. കൊടുങ്കാട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാടാണിത്. അടുത്ത് പോലും ആന പോലും പോവില്ല. ഇത് ഈ ഇന്ത്യയിലെ ശരീരത്ത് തൊട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച പനിച്ച് വരെ കിടക്കും. പിന്നെ അവിടെ കഴുത്ത് നമുക്ക് തുണി തൊടാൻ പറ്റില്ല, വെള്ളം ഒഴിക്കാനും പറ്റില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആസിഡ് ഒഴിക്കുമ്പോൾ അങ്ങനെ അതുപോലെ കുഴിഞ്ഞിറങ്ങുന്ന പോലെ നമുക്ക് പറ്റില്ല. എന്താ ചെടിയുടെ പേരുന്ന്? ആനമരട്ടി. ആനമരട്ടി. ഇത് ആരെങ്കിലും മേത്ത് തൊട്ടാ അപ്പം പനിക്കും. പനിയാണ് ഒരാഴ്ചത്തോളം. ഒരു രക്ഷയില്ല. ആന പോലും ഇതിൻ്റെ അടുത്ത് പോവില്ല. ആനയും പുലിയൊന്നും ഇതിൻ്റെ അടുത്തോടെ പോവില്ല. അടിപൊളി. ഇതെങ്ങനെയാ? ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഇതുപോലെ ഒരുപാടുണ്ട്. അവർക്ക് അറിയാലോ, അതിന്റെ സ്മെല്ലുണ്ട്. അതിന്റെ സ്മെല്ലൊന്നുമില്ല, അവർക്ക് അറിയാം, മൃഗങ്ങൾക്ക് അറിയാം, നമുക്ക് സ്മെല്ലൊന്നും അറിയില്ല. ഇത് തൊട്ട് കഴിയുമ്പോൾ നമ്മളറിയും. ശരി. ഇതിന്റെ ഈ ഇലയുടെ സൈഡിൽ തന്നെ ഒരു ചെറിയ ആര് പോലെ ഇതുണ്ട്. അതാണ് നമ്മുടെ മേത്ത് ഏറ്റവും ഡേഞ്ചറായിട്ട് വലിക്കുന്നത്. അത് നേരെ തൊല്ലിലേക്ക് തുളഞ്ഞിറങ്ങുകയാണ്. അപ്പൊ ദേ ഈ മരത്തിന്റെ ഉള്ളിൽ ഒരു പൊത്തുണ്ട്. ഇതിന്റെ ഉള്ളിൽ മുള്ളലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നാണ് പറയണത് കേട്ടോ. മരം ഒരു രക്ഷയില്ല, ഗംഭീര മരമാണ്. അപ്പോൾ ദേ ഈ മരത്തിൻ്റെ ഇതാ പൊത്തിൽ ഇതവിടെ ഒരു പൊത്ത് കാണാണ്ട്. ആ പൊത്തിൽ ഈ മുള്ളലി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ. അതിൻ്റെ എണ്ണ ദേ ഇതിവിടെ അടുത്ത ഒരു കുഴിച്ചുണ്ട്. ഇതിലാണ് അതിൻ്റെ എണ്ണ ഇരിക്കാന്ന് പറയണത്. ഓക്കെ, ഗംഭീര സംഭവമുണ്ട്. അപ്പോൾ ദേ നമ്മളൊരുവിധം മോൾ ഭാഗത്ത് എത്താറായുണ്ട്. ഇത് അടിപൊളി മരം ദേ പറഞ്ഞ നിൽക്കുന്നുണ്ട്. അയ്യോ എൻ്റെ മോനെ, എങ്ങനെയുണ്ട് ഇവിടെ യാത്ര? പൊളിയല്ലേ? തകർത്ത്. ആർക്കും ശ്വാസം കിട്ടില്ല. ഇപ്പോഴും നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കയറിയേ പറ്റൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മളിതേ കാട് കയറിയതേ അത്യാവശ്യം വെളിച്ചുള്ള സ്ഥലത്തേക്ക് എത്താറായുണ്ട് കേട്ടോ. ആ അത്യാവശ്യം ഇതേ നമ്മൾ അല്പം മാത്രം കുടിവെള്ള ബാക്കിയുള്ള കാടാകുമ്പോ പിടിക്കാൻ പറ്റില്ല, അതാണ്. അപ്പൊ നമ്മള് കാട് കയറിയതേ മനോഹരമായിട്ടുള്ളൊരു പാറ അവിടേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാരും ഒരു പരിപാടിയുണ്ട്. അപ്പൊ നമ്മളിതേ കാട് കയറി അടിപൊളി ഇതേ ഒരു പാറക്കൂട്ടത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വളരെ ഏറ്റവും ടോപ്പാണിത്. അടിപൊളി പാറയും സംഭവങ്ങളൊക്കെ ആയിട്ട് കാട് കയറി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതേ മലയുടെ മുകളിൽ നിന്ന് കയറി ഇറങ്ങി നമ്മളിത് പഴയൊരു ബംഗ്ലാവിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം താഴെ എത്താറായിട്ടുണ്ട്. അപ്പോൾ യാത്ര അടിപൊളിയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നെല്ലിയാമ്പതിയിൽ ഇതുപോലുള്ള കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരിക. നല്ലൊരു റീഫ്രഷ്മെൻറ്റ് സംഭവം നടക്കാനുണ്ട് എങ്കിലും നമുക്ക് നല്ലൊരു റീഫ്രഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാനും അതുപോലെ തന്നെ ഒരുപാട് കാടിനുള്ളിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പിന് വരിക. എന്തായാലും നമ്മളിത് നമ്മുടെ റൂമിനടുത്ത് എത്തിയിട്ടുണ്ട്. ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതവർ പറയണത് മ്ലാവ് അതുപോലുള്ള എന്തോ മൃഗം അതിൻ്റെ ഇണയനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ, തൊട്ടടുത്തായിട്ടാണ്. എന്തായാലും നല്ല സൗണ്ടിൽ അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ കാണാ കാഴ്ചകൾ. എന്തായാലും അടിപൊളി ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. കാരണം അതിരാവിലെ ഞങ്ങളൊരു 5 മണി 5:30 കൂടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. നമ്മളിത് റിട്ടേൺ താഴത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളും ഒരുപാട് മൃഗങ്ങൾ വന്നു പോയതിൻ്റെ കാൽപ്പാട് അതുപോലെ തന്നെ ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. പുലിയൊക്കെ ഇവിടെ പോയതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്. നമ്മൾക്ക് കാണാൻ ഭാഗ്യമുണ്ടായില്ല. എന്തായാലും കരടി അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.